ഞാനിപ്പോൾ നിൽക്കുന്നതിന് താഴെ ലക്ഷക്കണക്കിന് മീനുണ്ട്. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് മീനുണ്ട്. അതുപോലെ തന്നെ ഹൈലി പ്രെഡേറ്റർ ആണ്. ഇതുണ്ടോ ഇതിൻ്റെ പല്ല് കണ്ട്. ഓ, സമയം ഏകദേശം 7 മണിയൊക്കെ ആവുന്നു. അപ്പോൾ എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ചൂണ്ടയിടുന്നതിന് മുമ്പ് നമ്മളിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതിന് താഴെ ലക്ഷക്കണക്കിന് മീനുണ്ട്. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് മീനുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ക്യാമറ വെള്ളത്തിനകത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത് വറ്റ അല്ലെങ്കിൽ ചെമ്പല്ലി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിലാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ പറ്റിയ ലിവറാണ് ഡിയോയുടെ റൈക്കി 95S എന്ന് പറയുന്നത്. അധികം ഡീപ്പ് ഡൈവ് ചെയ്യാത്തൊരു ലിവറാണ്. അതുകൊണ്ട് തന്നെ വറ്റയും ചെമ്പല്ലിയും അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയ ഡെപ്ത് ഇല്ല. മീൻ അടിച്ചിരിക്കുകയാണ്. കല്ലല്ല അടി മൊത്തം. ഇതുപോലത്തെ കല്ലുകൾ അങ്ങോട്ട് കിടപ്പുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കല്ലിന്റെ ഇടയ്ക്ക് കയറിയാലും മതി. വശക്കേടാണെങ്കിൽ നമ്മൾ വലിച്ചാൽ വരികയില്ല. ഈ സാധനം കണ്ട് ഇതിന്റെ ഇടയ്ക്ക് കയറിച്ചും വേണം അവൻ അങ്ങോട്ടൊന്ന് കറങ്ങി ഇങ്ങോട്ട് വന്നു. അത് മൊത്തം കയറി ചുറ്റി കയറി. ഈ ചെമ്പതി അങ്ങനെ കുടമാളൂർ കുടമാളൂർ. അത് വറ്റേണ്ട വറ്റ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടി വലിയ തട്ടിയതാണ് കേട്ടോ. വലയാണതാ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഡ്രാ കൂടിയതല്ലേ? ചൂണ്ട വളഞ്ഞിട്ടില്ല. താങ്ക്സ് ചേട്ടാ. പേരെങ്ങനെയായിരുന്നു? ശരി ചേട്ടാ. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ചൂണ്ടയിടാനായിട്ടും വല കെട്ടാനായിട്ടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടാത്ത വല പോലത്തെ സാധനങ്ങൾ ഇവിടെ ആറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോകാതിരിക്കുക. അതിപ്പോൾ എനിക്ക് മീൻ മിസ്സായതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. കാരണം എനിക്ക് മീൻ മിസ്സായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന വലകളിൽ ഉടക്കിയിട്ട് ഒത്തിരി മീനുകൾ ചത്തു പോകാറുണ്ട്. നമ്മൾ തന്നെ അങ്ങനെ പേഴ്സണലായിട്ട് ഒത്തിരി വർഷം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഡൈവേർഡ് ലിവറാണ് കേട്ടോ. അപ്പോൾ എല്ലാ ലിവറിനും നമ്മൾ ഒരേ ആക്ഷൻ അല്ല കൊടുക്കുന്നത്. നമ്മൾ ചില ലിവറിന് നമ്മൾ റിട്രൈവ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സ്ട്രൈക്ക് കിട്ടാറുണ്ട്.
പിന്നെ അയ്യോ തീരെ ചെറിയൊരു ചെമ്പല്ലിയാണ് കേട്ടോ. അവിടെ എന്താണ് നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ചെറുതാണ്, തീരെ ചെറുതാണ്. ഇതുണ്ടോ റിലീസിങ് സൈസാണ്. ചെമ്പല്ലി, നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പല്ലി എന്ന് പറയുന്നത് മാംഗ്രൂവ് ജാക്ക് MJ എന്നൊക്കെ പറയുന്നത് സാധനം. അടിച്ചിരിക്കുന്ന ലൂർ ഉണ്ടല്ലോ, ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് കോട്ടയത്ത് അല്ലിയോടിൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഡെപ്തിലൊന്നും പോകത്തില്ല, പക്ഷേ നല്ല അടിപൊളി ആക്ഷനാണ്. ഇപ്പോൾ ചേട്ടൻ്റെ കടയിൽ ഇതിൻ്റെ ഈ ലൂർ മേടിക്കാൻ കിട്ടും. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാൻ മാർഗ്ഗം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് അക്വേറിയത്തിലിട്ടോളായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ യാതൊരു സാധനവും ഇല്ല ഇതിനെ കൊണ്ടുപോകാനായിട്ട്. ഇതുണ്ടോ നല്ല വളരെ ഭംഗിയുള്ള മീനാണ്. അതുപോലെ തന്നെ ഹൈലി പ്രെഡേറ്ററാണ്. ഇതുണ്ടോ ഇതിൻ്റെ പല്ല് കണ്ട്, ഇതുണ്ടോ ഇതിൻ്റെ പല്ല് കണ്ട്, ഷിറ്റ്. ഇതുണ്ടോ ജസ്റ്റ് കൈ വെച്ചപ്പോൾ തന്നെ പുള്ളി കടിച്ചു. നല്ല അടിപൊളി പല്ലൊക്കെയാണ്, നല്ല വലിപ്പം വെക്കുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പയ്യെ സേഫായിട്ട് റിലീസ് ചെയ്യാം. ഒരു ഹുക്ക് വയറേ കൂടി ഉണ്ട് കേട്ടോ. വലിയ ഡാമേജ് ഇല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും പുള്ളി പോയി വളർന്ന് വലുതായിട്ട് വരട്ടെ അല്ലേ. എന്താണ് നമുക്ക് അധികം ഇത് പോകുന്ന സ്പീഡ് കണ്ടോ വിട്ട് കഴിയുമ്പോളേ. അടിപൊളി. ഇവിടെ തന്നെ ഉണ്ട് ഈ കല്ലടി കയറിയിട്ടുണ്ട്. ആണേ, കടലിലെയും കായലിലെയും ഏറ്റവും ടേസ്റ്റുള്ള മീനുകളിൽ ഒന്നാണ് ചെമ്പല്ലി. അപ്പോൾ അതിനെ തിരിച്ചു വിട്ടാൽ എനിക്ക് ഭ്രാന്താണോ എന്ന് ഒത്തിരി ആൾക്കാർ നമ്മളിങ്ങനെ മീനുകളെ കിട്ടുമ്പോഴേക്കും നമ്മൾ ചെറുതാണെങ്കിൽ നമ്മൾ തിരിച്ചു വിടാറുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ ചോദിക്കാറുണ്ട്, കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് ഇതിനെതിരെ തിരിച്ചു വിടുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചെമ്പല്ലി എന്ന് പറയുന്ന മീനിൻ്റെ വലിപ്പം ചില ആൾക്കാർക്ക് അറിയാൻ മേലത്തോണ്ടായിരിക്കും. കാരണം ഈ മീനുകളൊക്കെ ഒത്തിരി വലുതാണ്. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കിടന്ന ഫോട്ടോ ഉണ്ടോ, അപ്പോൾ അതുപോലെ ഒത്തിരി വലുതാകുന്ന മീനുകളാണ്. അപ്പോൾ നമ്മൾ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ പോലും ഒരു ആവറേജ് സൈസുള്ള മീനുകൾ, ഇച്ചിരി വലിപ്പമുള്ള മീനുകൾ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളിലൊക്കെ വംശം നിലനിർന്ന് പോകാനാലേ ഉള്ളൂ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചൂടാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരോടിപ്പം ആദ്യമായിട്ടൊരു ചെമ്പല്ലിയൊക്കെ അടിച്ച് തിരിച്ചുവിടാനായിട്ട് ആൾക്കാർക്ക് ഒരു ചെറിയൊരു മടി കാണും. അത് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ പോയി ക്യാമ്പിങ് ചെയ്തായിരുന്നു. അപ്പോൾ ക്യാമ്പിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു കറുപ്പ് കിട്ടി. പക്ഷേ നമുക്കതിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ അടുത്ത് വേറെ മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്തു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ മാക്സിമം മീനുകളെ തിരിച്ചു വിടുക. കുഞ്ഞു മീനുകളാണെങ്കിൽ കുഞ്ഞു മീനുകളെ തിരിച്ചു വിടുക. അപ്പോൾ നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. അടുത്ത വീഡിയോ മിക്ക റാരാപ്പൈമയുടെ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്.